ഞാൻ പണിയെടുത്തത് NSS കോളേജുകളിലാണ്. അതുകൊണ്ട് സനാതനം ഞങ്ങൾക്ക് വളരെ മൂല്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ നിരന്തരം പഠിപ്പിക്കാൻ ശ്രമിച്ചവർ തോറ്റുപോയതുപോയ ഒന്നാണ്. MG കോളേജിൽ അടക്കം ഞങ്ങളെ ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്ത് വരുന്ന ഒരു 4 ദിവസം മുന്നേയും എന്നെ അടക്കം സനാതനം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സനാതനം മാത്രമല്ല പ്രശ്നം, തൊട്ടടുത്ത് ബൈനറി ഉണ്ട്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. അതാണ് തമാശ. സനാതനം പറയുന്നവർ പുട്ടിന് ആലിയേര ഇടുന്ന പോലെ സനാതനം പറയും, ബൈനറി ഇപ്പുറത്ത് സച്ചാർ കമ്മിറ്റി ഉണ്ട്. പിന്നെ അത് ഭാഷയൊക്കെ മാറും. കഴിഞ്ഞ ദിവസം 2 മതപണ്ഡിതന്മാരുടെ ചർച്ചയിലിടയിലുണ്ടായ ഒരു ഏറ്റുമുട്ടൽ, അവരുപയോഗിച്ച ഭാഷ മാധ്യമങ്ങളിൽ നമ്മൾ മാസ് മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടവരാണ്. ഈ സനാതനികളുടെ മറുമുഖം ഇതാണ്. വ്യാസപൂർണിമയുടെ അന്ന് കനുവച്ചുപുരം കോളേജിൽ എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ ക്ലാസ് മുറിയിൽ വന്ന് ഈ പറയുന്ന സനാതനധർമ്മം അനുസരിച്ച് ഗുരുപൂജ ചെയ്യാറുണ്ട്. 2006 ട്രാൻസ്ഫറായി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുപൂജയുള്ള ദിവസമായിരുന്നു, വ്യാസപൂർണിമയുടെ ദിവസം. ക്ലാസ് മുറിയിലേക്ക് അവർ വരും, കാലിൽ പൂവിടും. നമ്മുടെയൊക്കെ ക്ലാസ് മുറി പ്ലാറ്റ്ഫോമിലാണ് അധ്യാപകർ നിൽക്കുന്നതെങ്കിൽ അവിടെ തന്നെ പൂവിടും. ഇല്ലെങ്കിൽ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റും. താഴെ നിൽക്കുന്ന അധ്യാപകരാണെങ്കിൽ നമ്മളെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പറയും. അപ്പോൾ നിരുപാധികം നമ്മൾ കയറും, ആളുകൾ കയറി, ആൾക്കൂട്ടമാണല്ലോ എന്ന് പറയാം. അങ്ങനെ കയറ്റി നിന്നിട്ട് നമ്മുടെ കാലിൽ പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ എൻ്റെ ധാരണ പൂവ് ചെടി നിൽക്കാനുള്ളതാണ് ഒന്നാമത്, അത് പൊട്ടിക്കാനുള്ളതല്ല. 2, എൻ്റെ കാലയിൽ ആരും തൊടുന്നത്, അങ്ങനെ എൻ്റെ കാലയിൽ പിടിക്കുന്ന ഇഷ്ടമല്ല, ഞാനും ആരുടെ കാലയിലും തൊടാറില്ല. ഈ കുട്ടികളും ഞാനും തമ്മിൽ കുറച്ച് വർഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്നത് അതിനിടയിലുണ്ടായ കുറച്ച് വായന, കുറച്ച് പരീക്ഷകൾ, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ യോഗ്യതകൾ എന്നതിനപ്പുറത്തേക്ക് ആ കുഞ്ഞുങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പം ഞാൻ ഈ സനാതനത്തെക്കുറിച്ച് കേൾക്കുന്ന അന്നാണ് എന്നെ പഠിപ്പിച്ചു. വ്യാസപൂർണിമയുടെ അന്ന് ഇതൊരു സനാതന സങ്കല്പമാണ് ടീച്ചർ, ഗുരുക്കന്മാരെ സംബന്ധിച്ച ടീച്ചർ ഇങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയാം, എനിക്കിങ്ങനെ ഈ ഇപ്പോൾ പറഞ്ഞ വർത്താനം പറഞ്ഞു, എനിക്ക് എൻ്റെ കാലിൽ പിടിക്കുന്ന ഇഷ്ടമല്ല, നിങ്ങൾ ആരെ കാലിൽ പിടിക്കരുതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിരുപാധികം മാപ്പ് പറയും, ഒരു കാര്യമില്ലാണ്ട് മാപ്പ് പറയും. വീണാൽ 4 കാലിലേ വീഴുള്ളൂ, അതൊക്കെ ഭാഷ നന്നായിട്ട് പറയും. ഇവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. എന്നെ ഒരു സനാതനം പഠിപ്പിച്ചൊരു സന്ദർഭം ഇതാണ്. അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ വാചകം, ഇവളെ നമുക്ക് അടുത്ത ആണ്ടി കാണിച്ചു കൊടുക്കാം. ഇതാണ് ഗുരുക്കന്മാരെ സംബന്ധിച്ച സനാതന ധർമ്മത്തിൻ്റെ മറുപുറം. ഇവളെ നമുക്ക് അടുത്ത ആണ്ടി കാണിച്ചു കൊടുക്കുക. ഈ ആണ്ടി അവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് പിന്നെ മനസ്സിലായത് അങ്ങനെ പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, 500 രൂപ കൊടുക്കണം. ഈ പൂ വിട്ടിട്ട് പോകുന്ന ആളുകളുടെ തട്ടത്തിനകത്ത് 500 രൂപ കൊടുക്കണം. ഇത് ഒരു സനാതന ധർമാത്രേ. ഗുരുക്കന്മാർ വരുന്ന ഈ പിള്ളേർക്ക് കൊടുക്കേണ്ടതാണ് ഈ 500 രൂപ. ഇത് കൊടുക്കാഞ്ഞതാണ് എന്നെ ഉള്ള ഏറ്റവും വലിയ ദേഷ്യം. പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അതിന് പരിഹാരം പൊളിറ്റിക്കലി കണ്ടതൊക്കെ പിന്നത്തെ വിഷയം, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇതൊരു നേരനുഭവമാണ്. ഇത് തൊട്ടറിഞ്ഞ ഒരു സനാതന ധർമ്മത്തിൽ ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും സംബന്ധിച്ച സങ്കല്പം എനിക്ക് പറഞ്ഞു ഏൽപ്പിച്ചു തന്നു. എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് കുറേ ദിവസമായിട്ട് പിന്നെ തുടർച്ചയായിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കലായിരുന്നു. ഗുരുധർമ്മം എന്തൊക്കെയാണെന്നും, ഗുരുക്കന്മാർ ചുരിദാറൊന്നും ഇടാട്ട് വരാൻ പാടില്ല എന്നും, ഗുരുക്കന്മാർക്ക് ചില അംഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകണമെന്നും, അതൊന്നും ഇല്ലാത്തതിൻ്റെ തിരക്കേട് എനിക്കുണ്ടെന്നൊക്കെ എന്നെ പഠിപ്പിച്ചു. ഒക്കെ സാരേ പഠിപ്പിച്ചെങ്കിൽ നമ്മളൊന്നും പണിഞ്ഞില്ല എന്നുള്ള വേറെ കാര്യം.